വാർ ഫ്രണ്ടിലുള്ള ഒരുപാട് ആർമികളെ നിങ്ങൾ കാണുന്നുണ്ട്. ഈവൻ ഈ ലേറ്റസ്റ്റ് പാകിസ്ഥാനെ നിങ്ങൾ നോക്കൂ. വാട്ട് ഡിഡ് ദേ ഡു? ഇന്ത്യ ഇവിടുന്ന് അങ്ങോട്ട് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ വിടുമ്പോൾ കറാച്ചി ലാഹോർ എയർബസ് വിടുകയാണ് ഇവന്മാര്. കറാച്ചി ലാഹോർ ഹിറ്റിന് സാധ്യതയുള്ള എല്ലാ എയർപോർട്ടുകളും നമ്മൾ അടച്ചിട്ടു. ആ സ്ഥലത്തുള്ള 27ഓളം എയർപോർട്ടുകൾ നമ്മൾ അടച്ചിട്ടു. കാരണം വെച്ചാൽ അതിലെ സിവിലിയൻ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വിമാനങ്ങൾ പോകും, സിവിലിയൻ പാസഞ്ചർ വിമാനങ്ങൾ പോകും. ഈ സാധനത്തിന് ഈ ഫയറിംഗ് ലൈനിലേക്ക് ഇത് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇവിടുന്ന് ഒരു മിസൈല് മലേഷ്യയിൽ നിന്നോ തുർക്കിയിൽ നിന്നോ വരുന്ന ഒരു ഇന്റർനാഷണൽ പാകിസ്ഥാൻ എയർലൈൻസിന്റെ ഒരു ഇന്റർനാഷണൽ വിമാനം അവിടെ വീണ് കഴിഞ്ഞാൽ 10, 250, 300 യാത്രക്കാരുണ്ടാവും. നമുക്കൊരു വലിയൊരു തീരാ കളങ്കമായിട്ട് മാറും. ഇത് പാകിസ്ഥാൻ അറിയാമല്ലോ. എന്തുകൊണ്ട് പാകിസ്ഥാൻ അത് ചെയ്തു? ഇത് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. പാകിസ്ഥാന്റെ എയർ ട്രാഫിക് മേളിൽ നോക്കിക്കഴിഞ്ഞാൽ അന്നേരം ഓടുന്ന 2 പ്ലെയിൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. 2ഉം പാകിസ്ഥാൻ എയർലൈൻസിന്റെ പ്ലെയിനാണ്, പുറത്തുനിന്ന് ആളിനെ കൊണ്ടുവരുന്നതാണ്. നന്നായി കറാച്ചിയിലും ലാഹോറിലും റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലും ഒക്കെ നമ്മൾ മാറിയും തിരിഞ്ഞ് ആക്രമിക്കുമ്പോഴാണ് ഈ പ്ലെയിൻ അങ്ങോട്ട് എക്രോസ് ആയിട്ട് പോകുന്നത്. ഒരെണ്ണം അതിനകത്ത് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഡിഫൻസ് മെക്കാനിസം ഇല്ലാത്തൊരു സാധനമാണ് ഈ പാസഞ്ചർ പ്ലെയിൻ എന്ന് പറയുന്നത്. തീർന്നില്ലേ? അറിഞ്ഞു വെച്ചുകൊണ്ട് ഇത് ചെയ്തവന്മാരാണ് ഈ പാകിസ്ഥാൻ ആർമി എന്ന് പറയുന്നത്. അവന്മാർ ബാക്കി എല്ലാവരെയും മാറ്റിയല്ലോ. ബാക്കി എല്ലാ പ്ലെയിൻസും അവന്മാർ മാറ്റി. അതിന്റെ മുകളിലൂടെ ആരും പോകുന്നില്ലായിരുന്നു. ഈ 2 പ്ലെയിൻസ് അതിൽ ഒരെണ്ണം വളരെ ക്രിട്ടിക്കലായിരുന്നു. അത് തിരിച്ചറിഞ്ഞ് ആ ഭാഗത്തേക്ക് മിസൈലുകൾ വിട്ടില്ല, ഡ്രോൺസ് വിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ ആർമി സല്യൂട്ട് കൊടുക്കേണ്ട കാര്യമാണ്. അതാണ് ഏറ്റവും കൂടെ അന്ന് ആ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും ഒക്കെ അന്ന് ആ ഒരു പത്രസമ്മേളനത്തിൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് ശരിയാ. ഇത് എമ്മാതിരി ഡാഷ് പണിയാണ് ഇവന്മാർ കാണിച്ചത്. ഇത്രേ ഉള്ളൂ. ഈ യുദ്ധത്തിലൊക്കെ യുദ്ധം ചെയ്ത് ഇത് ഇന്നേ വരെ ഞാൻ ആലോചിച്ചിട്ട് ഇത് പാകിസ്ഥാൻ നിഷേധിച്ചിട്ടില്ലല്ലോ. ഇന്ത്യ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, പാകിസ്ഥാനെ നിഷേധിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ നിഷേധ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. പാകിസ്ഥാൻ മിണ്ടുന്നില്ല. ഒറ്റ രാജ്യം പോലും, ഈ ലോകത്ത് ഒരു രാജ്യം പോലും ഈ ഒരു സംഗതി ഇന്ത്യ ഉന്നയിക്കുന്നുണ്ട്. ഒരു രാജ്യം പോലും ഇതിനെതിരെ അങ്ങനെ ചെയ്തോ, അത് മോശമായിപ്പോയി എന്ന് പറയുന്നില്ലല്ലോ. അത് മോശമായിപ്പോയി. അത് പോട്ടെ, അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വിഷയത്തിനിടയിലെ സംഭവമാണ്. നമ്മളത് മിണ്ടാതിരിക്കാം, കണ്ണടക്കാന്നൊക്കെ ആയിരിക്കും ആളുകൾ കരുതുന്നത്. പോട്ടെ. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഇവന്മാരുടെ ലെവൽ ഇതാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതേപോലെ ഒരു പണിയും കൂടെ പാകിസ്ഥാൻ കാണിച്ച് അമൃത്സറിലെ സുവർണക്ഷേത്രത്തിന് നേരെ അവന്മാരെ ടാർഗറ്റ് ചെയ്തു. നമ്മളത് മുന്നേ കൂട്ടെ കണ്ടുപിടിച്ച് നമ്മളതിനെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് സുവർണക്ഷേത്രത്തിന് ഒരു കുഴപ്പമില്ല. നോക്കൂ, ഈ ആക്രമണം എമാർ ടാർഗറ്റ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ പാകിസ്ഥാന്റെ വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ ഇന്ത്യൻ പട്ടാളം സുവർണ ക്ഷേത്രത്തെ ടാർഗറ്റ് ചെയ്തു എന്നും പറഞ്ഞ് ആരോപണം വന്നു. പോസ്റ്റ് ഇടുക. ഇവിടെ ഹിറ്റ് ചെയ്തിട്ടില്ല, നമ്മളതിനെ തടഞ്ഞു. പക്ഷെ ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ധാരണയിൽ അല്ലെ എന്തെങ്കിലും അവിടെ വീണിട്ടുണ്ടാവും. അത് ഇന്ത്യൻ പട്ടാളമാണ്. ഇതെല്ലാം ഇങ്ങനെ പഹൽഗാമിൽ കൊല്ലുന്നത് ഇന്ത്യക്കാരാണ്. മുംബൈ ആക്രമണം നടത്തിയത് ഇന്ത്യക്കാരാണ്. അവരുടെ പേര് ഹിന്ദു പേരുകളാണ്. അവരുടെ കയ്യിൽ ചരടുണ്ട്. എല്ലാം ഇന്ത്യക്കാരാണ്. ഇതാണ് ഒരു വളരെ സിമ്പിൾ. തക്കിയ എന്നൊക്കെ പറയുന്നത് വേസ്റ്റ് പോസിബിൾ തക്കിയാണ് ഇതൊക്കെ. ഈ സുവർണക്ഷേത്രം ആക്രമിക്കുമ്പോൾ, ഇന്ത്യൻ പട്ടാളം ആക്രമിക്കുന്ന പറയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ പട്ടാളത്തിൽ സിഖുകാരുണ്ട്, നമ്മുടെ സമൂഹത്തിൽ സിഖുകാരുണ്ട്. അവർ വല്ലാത്ത രീതിയിൽ നമ്മളുമായിട്ട് ഇടകലർന്ന് ഇടപഴകി ജീവിക്കുന്ന ഒരു മൊസൈക്ക് പോലുള്ള ഒരു സമൂഹമാണ് നമ്മളുടെ. അവിടെ അന്തഛിദ്രം ഉണ്ടാക്കാനും കാലുഷ്യം ഉണ്ടാക്കാനും ഭിന്നത ഉണ്ടാക്കാനുമായിട്ടാണ് ഈ പ്ലേസ് ഓഫ് വർഷിപ്പിന് നേരെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. നോക്കൂ, ഒരു ടാർഗറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ തെളിവാണ് ഉടനെ തന്നെ അത് ആക്രമിക്കപ്പെട്ടു. എങ്ങനെ അവർക്കറിയാം ആക്രമിക്കപ്പെട്ടു എന്ന്? അത് ഞങ്ങൾ അയച്ചിട്ടുണ്ട്. അത് ഇന്ത്യൻ പട്ടാളമാണ്. ഇന്ത്യൻ പട്ടാളത്തിലെ ഹിന്ദുക്കളാണ് ഇതിനെതിരെ അടിച്ചത്. അത് സിഖുകാർക്കെതിരെ ഹിന്ദുക്കൾക്കുള്ള വൈരാഗ്യമാണ്. ഇതിനെതിരെ ഒന്നും ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. ഞാൻ ഇതാണ് ഈ പറഞ്ഞ ഈ മോറൽ ധർമ്മേന്ദ്ര കളിച്ചും അമിതാഭ് ബച്ചൻ കളിച്ചും ഒക്കെ വരുന്ന ആളുകളോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അത് ജർമ്മനി ആയാലും കൊള്ളാം, UK ആയാലും കൊള്ളാം.